നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഭാരതമാതാവിനും പ്രധാനമന്ത്രിക്കുമെതിരെ ജാൻമണി നടത്തിയ വിവാദ പരാമർശത്തിനെതിരെ ചേർപ്പ് തായംകുളങ്ങരയിൽ മഹിളാ മോർച്ചയുടെ പ്രതീകാത്മക പ്രതിഷേധം. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡ് ഗ്രാമസഭ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണവും ചടങ്ങിൽ നടന്നു. പൊടുന്നനെ റോഡ് മുറിച്ചു കടന്ന് വിദ്യാർത്ഥിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ സ്കൂട്ടർ യാത്രികയായ യുവതിക്ക് അപകടം. റോഡിലേക്ക് യുവതി വീണെങ്കിലും മറ്റു വാഹനങ്ങൾ ഇല്ലാത്തത് ദുരന്തം ഒഴിവാക്കി. വാർത്തകൾ വിശദമായി. ഭാരതമാതാവിനും പ്രധാനമന്ത്രിക്കുമെതിരെ ജാൻമണി നടത്തിയ വിവാദ പരാമർശത്തിനെതിരെ ചേർപ്പ് തായംകുളങ്ങരയിൽ മഹിളാ മോർച്ചയുടെ പ്രതീകാത്മക പ്രതിഷേധം. ബിജെപി എറണാകുളം മേഖലാ ജനറൽ സെക്രട്ടറി സേവ്യൻ പള്ളത്ത് ഉദ്ഘാടനം ചെയ്തു. ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വന്നതിന് ശേഷം അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആക്ഷേപങ്ങൾ എത്രത്തോളം തരം താഴ്ന്ന രീതിയിലാണ് ഈ കേരളത്തിലും രാജ്യത്താകമാനവും ഈ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ നടത്തിയെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഗുരുവായൂരിൽ ഒരു കോളേജ് മാഗസിനിൽ അവിടുത്തെ SFIയുടെ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ അടിച്ചിറക്കിയത് പട്ടി പ്ലസ് പട്ടി സമം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നാണ് എഴുതിയത്. ആ രീതിയിൽ ഈ കേരളം അധപ്പതിക്കുമ്പോൾ, അത്തരത്തിൽ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ആക്ഷേപിക്കുന്ന ഒരു സാഹചര്യം സംജാതമാകുമ്പോൾ ആരാണിത് ചെയ്യുന്നതെന്ന് ജനാധിപത്യത്തെ കൂടുതൽ പറയുമ്പോൾ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ലെങ്കിലും സൂചിപ്പിക്കുന്നു. ഈ തൊട്ടടുത്ത UDF അധികാരത്തിൽ വരുന്നതിന് മുൻപായിട്ട് ഈ കേരളം ഭരിച്ചിരുന്ന ഒരു പൊന്നു തമ്പുരാനുണ്ടല്ലോ, നാടുവാണിരുന്ന പൊന്നു തമ്പുരാൻ, അദ്ദേഹത്തിനെതിരായിട്ട് ഒരു പ്രതിഷേധം, ഒരു കൊടശീലയുമായി യൂത്ത് കോൺഗ്രസ് ഇറങ്ങുന്നപ്പോൾ ആ പൊന്നുതമ്പുരാന്റെ ഗൺമേന്മാർ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് നിർഗം തലതല്ലി പൊളിക്കുന്ന സാഹചര്യമാണ് നാം കണ്ടത്. മഹിളാ മോർച്ച ചേർപ്പ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീല പ്രസന്നകുമാർ അധ്യക്ഷയായി. മണ്ഡലം ജനറൽ സെക്രട്ടറി സൗമ്യ ഷാജൻ, BJP ചേർപ്പ് മണ്ഡലം പ്രസിഡന്റ് V ശ്രീരജ്, ചേർപ്പ് ഏരിയ പ്രസിഡന്റ് മധു പൂച്ചനിപ്പാടം, ഊരകം ഏരിയ പ്രസിഡന്റ് VR സന്തോഷ്, മുതിർന്ന വനിതാ നേതാവ് രമ ജ്യോതികുമാർ, BJP മണ്ഡലം വൈസ് പ്രസിഡന്റ് AR ജോസ്, യുവമോർച്ച തൃശൂർ സിറ്റി ജില്ലാ സെക്രട്ടറി KR വിഷ്ണു, യുവമോർച്ച ചേർപ്പ് മണ്ഡലം പ്രസിഡന്റ് വിപിൻ രാജ്, ജനറൽ സെക്രട്ടറി വിഷ്ണു രാധാകൃഷ്ണൻ, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറിമാരായ ശരത് മേനോൻ, MR രജീഷ്, ചേർപ്പ് പഞ്ചായത്ത് അംഗങ്ങളായ ശ്രുതി വിജിൽ, സൂര്യ ഉദയൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവാദ പരാമർശത്തിൽ നിയമ നടപടി ആവശ്യപ്പെട്ട മഹിളാ മോർച്ച പ്രവർത്തകർ ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതി സമർപ്പിച്ചു. നമ്മളെല്ലാവരെയും ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. പക്ഷേ ഓരോരുത്തരുടെ പ്രവർത്തനത്തിലാണ് അവരെ പേരെടുത്ത് വിളിക്കുന്നത്. അതുകൊണ്ട് അവർ ഇത്തരം മോശം പരാമർശം പറഞ്ഞതുകൊണ്ട് ഒരു ശിഖണ്ഡി, ആ ശിഖണ്ഡിയെ മുൻനിർത്തി ഭാരതീയ ജനതാ പാർട്ടിയുടെ ലോകാരാധനായ പ്രധാനമന്ത്രിയെ നരേന്ദ്രമോദിയെ അവഹേളിച്ച ഈ ശിഖണ്ഡിയെ ഇന്ന് നടുറോട്ടില് ചേർപ്പ് തായംകുളങ്ങരയില് മഹിളാ മോർച്ചയുടെ പ്രവർത്തകര് ചെരുപ്പൂരി അടിക്കുന്ന പ്രതിഷേധ പ്രകടനം. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡ് ഗ്രാമസഭ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണവും ചടങ്ങിൽ നടന്നു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീല അമീർ ഗ്രാമസഭ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് അധ്യക്ഷനായി. ചേർപ്പ് SHO KN മനോജ് വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണം നിർവഹിച്ചു. കഴിഞ്ഞ അധ്യയന വർഷം മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളും മറ്റ് മേഖലകളിൽ മികവ് തെളിയിച്ചവരും ഉപഹാരം ഏറ്റുവാങ്ങി. വാർഡ് മെമ്പർ KR സിദ്ധാർത്ഥൻ, ഗ്രാമസഭാ കോർഡിനേറ്റർ പ്രസാദ് എന്നിവർ സംസാരിച്ചു. പൊടുന്നനെ റോഡ് മുറിച്ചു
മുറിച്ചു കടന്ന വിദ്യാർത്ഥിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ സ്കൂട്ടർ യാത്രികയായ യുവതിക്ക് അപകടം. റോഡിലേക്ക് യുവതി വീണെങ്കിലും മറ്റ് വാഹനങ്ങൾ ഇല്ലാത്തത് ദുരന്തം ഒഴിവാക്കി. പാവറട്ടിയിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിന് മുന്നിൽ ചൊവ്വാഴ്ച രാവിലെ 9:30ഓടെയാണ് അപകടം ഉണ്ടായത്. സ്കൂട്ടറിൽ വരികയായിരുന്ന യുവതിയാണ് അപകടത്തിൽപ്പെട്ടത്. ബാങ്കിന് മുന്നിൽ വെച്ച് സ്കൂൾ വിദ്യാർത്ഥി പൊടുന്നനെ റോഡ് മുറിച്ചു കടക്കുകയായിരുന്നു. കുട്ടിയെ ഇടിക്കാതിരിക്കാൻ യുവതി സ്കൂട്ടർ പെട്ടെന്ന് നിർത്താൻ ശ്രമിക്കുകയായിരുന്നു. ബ്രേക്ക് ചെയ്തയുടൻ യുവതി സ്കൂട്ടറിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണു. അപകട സമയത്ത് ഇതുവഴി വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ഇല്ലാത്തത് വലിയൊരു ദുരന്തമാണ് ഒഴിവാക്കിയത്. ജനകീയ ആരോഗ്യ പ്രവർത്തകനും പൊതുപ്രവർത്തകനുമായിരുന്ന OS സത്യൻ അനുസ്മരണം പെരിഞ്ഞനത്ത് സംഘടിപ്പിച്ചു. മികച്ച ശുചിത്വ ഹരിത വിദ്യാലയങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. KK വത്സരാജ് MLA അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ സമിതി ചെയർപേഴ്സൺ ഡോക്ടർ NR ഹർഷകുമാർ അധ്യക്ഷനായി. മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് നവലോകക്രമവും പ്രാദേശിക വികസനവും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. TK മീരാബായ് അനുസ്മരണ പ്രഭാഷണം നടത്തി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു മികച്ച ശുചിത്വ ഹരിത വിദ്യാലയങ്ങൾക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കുട്ടികൾക്കുള്ള സമ്മാനദാനം പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു നിർവഹിച്ചു. അനുസ്മരണ സമിതി വൈസ് ചെയർപേഴ്സൺമാരായ KS ദിലീപ്, P രാധാകൃഷ്ണൻ, ട്രഷറർ TN തിലകൻ, അക്കാദമിക് കമ്മിറ്റി ഭാരവാഹികളായ TS സജീവൻ, MD ദിനകരൻ, അനുസ്മരണ സമിതി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം GC രഘുനാഥ്, കൺവീനർ PB സജീവ് എന്നിവർ സംസാരിച്ചു. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അലിഫ് ടാലന്റ് ടെസ്റ്റ് തൃശൂർ ജില്ലാതല മത്സരം സംഘടിപ്പിച്ചു. കയ്പമംഗലം ജാമിയ ബുസ്താനുൽ ഉലൂം ക്യാമ്പസിലായിരുന്നു മത്സരം. ജില്ലയിലെ 12 ഉപജില്ലകളിൽ നിന്ന് LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലാണ് മത്സരം നടന്നത്. ഉപജില്ലാ വിജയികളായ 88 പേർ അലിഫ് ടാലന്റ് ടെസ്റ്റ് തൃശൂർ ജില്ലാതല മത്സരത്തിൽ പങ്കെടുത്തു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സക്കറിയ മത്സരം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് മുഹസിൻ പാടൂർ അധ്യക്ഷത വഹിച്ചു. KATF സംസ്ഥാന വൈസ് പ്രസിഡന്റ് MA സാദിഖ് മുഖ്യപ്രഭാഷണം നടത്തി. ജാമിയ ബുസ്താനുൽ ഉലൂം ഡയറക്ടർ അഹമ്മദ് അനസ് മൗലവി മുഖ്യാതിഥിയായി. KATF സംസ്ഥാന വൈസ് പ്രസിഡന്റ് CP മുഹമ്മദ് കുട്ടി സമ്മാനദാനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പാൾ അംജദ് സ്വലാഹി, KATF ജില്ലാ ജനറൽ സെക്രട്ടറി C അനസ് ബാബു, അലിഫ് ജില്ലാ കൺവീനർ VI മുഹസിൻ, MA ഫൈസൽ, KA ഫല്ലൂർ റഹ്മാൻ എന്നിവർ സംസാരിച്ചു. രക്ഷിതാക്കൾക്കുള്ള ഓൺലൈൻ ക്വിസ് മത്സരത്തിന് പ്രമുഖ പരിശീലകൻ ഗഫൂർ ആറ്റൂർ നേതൃത്വം നൽകി. LP തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള ടാലന്റ് ടെസ്റ്റിന് യംസീന മരത്തംകോട്, NK ഷബ്ന ചാവക്കാട്, ഫാരിഷ, സുഹൈബ്, സുഹ്റാബി, ഷെമീന, സുമയ ചേർപ്പ, മുഹസിൻ കൊടുങ്ങല്ലൂർ എന്നിവർ നേതൃത്വം നൽകി. റിട്ടയേർഡ് അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ ഭാഷാ സമര അനുസ്മരണം സംഘടിപ്പിച്ചു. കയ്പമംഗലം ബുസ്താനുൽ ഉലൂം ക്യാമ്പസിലായിരുന്നു അനുസ്മരണം. ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് സലാഹുദ്ദീൻ മദനി അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. PA ജമാലുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ KA അബ്ദുൾ ഹസീബ് മദനി മുഖ്യപ്രഭാഷണം നടത്തി. VH ഇസ്ഹാഖ്, MA സാദിഖ്, EK ഇബ്രാഹിംകുട്ടി, മുഹമ്മദ് ഫാറൂഖ്, ഡോക്ടർ അംജദ് അമീൻ സ്വലാഹി, BK അബ്ദുൾ ലത്തീഫ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കൊടുങ്ങല്ലൂർ ഏരിയ സമ്മേളനം നടന്നു. പെരിഞ്ഞനം VK ഗോപാലൻ സ്മാരക കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു സമ്മേളനം. സമിതി ജില്ലാ പ്രസിഡന്റ് വിജയ് ഹരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ ഏരിയ പ്രസിഡന്റ് അമർലാൽ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി സച്ചിൻ കാട്ടൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി മിൽട്ടൺ J തലക്കോട്ടൂർ സംഘടന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം തോമസ് ഫ്രാൻസിസ് വ്യാപാരി മിത്രം പദ്ധതി വിശദീകരണവും സർട്ടിഫിക്കറ്റ് വിതരണവും നിർവഹിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു മുതിർന്ന വ്യാപാരികളെ ആദരിച്ചു. ഏരിയ വൈസ് പ്രസിഡന്റ് രഘു പുല്ലാനി, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷീബ മുരളി, സുജിത സലീഷ്, പെരിഞ്ഞനം പഞ്ചായത്ത് അംഗങ്ങളായ രവീന്ദ്രൻ, KA കരീം എന്നിവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായി സമിതി കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് അമർലാൽ, സെക്രട്ടറി സച്ചിൻ കാട്ടൽ, ട്രഷറർ CV സന്തോഷ് എന്നിവരെ സമ്മേളനം തെരഞ്ഞെടുത്തു. ഊരകം കൊറ്റംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, തിരുവോണ പൂജ, ഗജപൂജ, ആനയൂട്ട് എന്നിവ നടക്കും. ഈ മാസം 30-ന് വ്യാഴാഴ്ച ക്ഷേത്രം തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിലേക്ക് ആവശ്യമായ ദ്രവ്യങ്ങൾ ക്ഷേത്രനടയിൽ ഭക്തർക്ക് സമർപ്പിക്കാവുന്നതാണെന്ന് ഊരകം ദേവസ്വം ഓഫീസറും ക്ഷേത്ര ഉപദേശക സമിതിയും അറിയിച്ചു. ഗണപതി ഹോമം വഴിപാടായി നടത്തുന്നവർക്ക് തങ്ങളുടെ പേരും നക്ഷത്രവും സഹിതം മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടുക സെക്രട്ടറി
9558844290. പ്രസിഡന്റ് 9746651824. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,215 രൂപ, പവന് 1,05,720 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭാരതമാതാവിനും പ്രധാനമന്ത്രിക്കുമെതിരെ ജാൻമണി നടത്തിയ വിവാദ പരാമർശത്തിനെതിരെ ചേർപ്പ് തായംകുളങ്ങരയിൽ മഹിളാ മോർച്ചയുടെ പ്രതീകാത്മക പ്രതിഷേധം. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡ് ഗ്രാമസഭ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണവും ചടങ്ങിൽ നടന്നു. പൊടുന്നനെ റോഡ് മുറിച്ചു കടന്ന് വിദ്യാർത്ഥിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ സ്കൂട്ടർ യാത്രികയായ യുവതിക്ക് അപകടം. റോഡിലേക്ക് യുവതി വീണെങ്കിലും മറ്റു വാഹനങ്ങൾ ഇല്ലാത്തത് ദുരന്തം ഒഴിവാക്കി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.